ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കമ്പനികൾ ഏതൊക്കെയാണെന്നാണ്. പക്ഷേ അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റിൻ്റെ സെയിൽസ് ആയിരുന്നു, റീറ്റെയിൽ സെയിൽസ് അല്ലായിരുന്നു. ഇത് പക്ഷേ റീറ്റെയിൽ സെയിൽസ് ആണ്. അതായത് ഡയറക്റ്റ് കമ്പനികൾ എത്ര വണ്ടികൾ കസ്റ്റമേഴ്സിന് വിറ്റിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ 19 കമ്പനികളുണ്ട്, മറ്റതിനകത്ത് 14 ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് കമ്പനികൾ ഇല്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ 19th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി വോൾവോ ആണ്. സാധാരണ ഇപ്പോഴും ലാസ്റ്റ് ജീപ്പോ സിട്രോനൊക്കെ ആയിരുന്നു ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും അത് വോൾവോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 147 വാഹനങ്ങളുടെ സെയിൽസാണ് ഇവർക്ക് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത്. നമ്മളിതിന് ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2024 മാർച്ചിൽ 163 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ഇവർക്ക് ലഭിച്ചത്. 16 വാഹനങ്ങളുടെ വ്യത്യാസവും 9.82% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. വോൾവോ ഇന്ത്യയിൽ കുറച്ച് കാലമായിട്ട് അത്ര പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല വണ്ടികൾ ഇറക്കുന്ന കാര്യത്തിൽ. മെർസിഡീസും BMW ഒക്കെ വളരെയധികം മുന്നിലാണ് ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി നമ്മുടെ 18th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ജീപ്പാണ്. നേരത്തെ 14 ആയിരുന്നു, ഇപ്പോൾ പക്ഷേ റീറ്റെയിൽ വന്നപ്പോൾ 18 പോയി. എനിവേ 304 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കഴിഞ്ഞ മാസം റീറ്റെയിൽ കിട്ടിയിരിക്കുന്നത്. മാർച്ച് 2024 338 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 34 വാഹനങ്ങളുടെ വ്യത്യാസവും 10.04% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. പേടിക്കേണ്ട, തൊട്ടുപുറകിൽ തന്നെ സിട്രോയനും ഉണ്ട്. അടുത്ത 17th പൊസിഷനിൽ നിൽക്കുന്ന സിട്രോയനാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം റീറ്റെയിൽ 331 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. പക്ഷേ മാർച്ച് 2024 ഇവർക്ക് 558 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 227 വാഹനങ്ങളുടെ വ്യത്യാസവും 40.68% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. സിട്രോയൻ ഇപ്പോൾ ഈ അടുത്ത് ബസാൾട്ട് ഇറക്കി. ആൻഡ് ഈ അടുത്ത് അവർ ആക്ച്വലി അവരുടെ വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഡാർക്ക് എഡിഷനും ഇറക്കിയിട്ടുണ്ടായിരുന്നു, C5 എയർക്രോസ് ഒഴികെ. അതിൻ്റെ അകത്ത് കുറച്ച് പ്രീമിയം ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സോഫ്റ്റ് ഡാഷ്ബോർഡൊക്കെ. ഇനിയെങ്കിലും സെയിലായാൽ മതിയായിരുന്നു. അടുത്ത നമ്മുടെ 16th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി BYD ആണ്. BYD ഇന്ത്യയിൽ മൊത്തം വണ്ടികൾ ഇമ്പോർട്ട് ചെയ്താണ് ഇറക്കുന്നത്. പക്ഷേ 3 വണ്ടികളാണ് മെയിനായിട്ടുള്ളത്. 4ാമത്തെ E-Max 7 കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് ഫ്ലീറ്റ് യൂസ് പറയാം. പക്ഷേ ഇപ്പോൾ അവർ മോഡേൺ ആക്കിയതുകൊണ്ട് അതും പാസഞ്ചർ യൂസിന് എടുക്കാം. അങ്ങനെ ഇപ്പം നല്ല സെയിൽ കിട്ടുന്നുണ്ട്. 396 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. 144 വാഹനങ്ങളുടെ സെയിലായിരുന്നു 2024 മാർച്ചിൽ കിട്ടിയത്. അതായത് 252 വാഹനങ്ങളുടെ വ്യത്യാസം 175% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഗ്രോത്ത് കിട്ടിയ കമ്പനി BYD തന്നെയാണ്. ഇനി അടുത്ത 15th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി JLR അഥവാ ജാഗ്വാർ ലാൻഡ് റോവർ ആണ്. അതിലിപ്പോൾ മേജറായിട്ട് ലാൻഡ് റോവറിന് തന്നെയാണ് ഷെയർ ഉള്ളത്. ജാഗ്വാറിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സെയിലൊന്നും ഇപ്പോൾ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം 495 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് ലഭിച്ചത്. 2024 മാർച്ചിൽ 338 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരുന്നത്. അതായത് 157 വാഹനങ്ങളുടെ വ്യത്യാസം 46.45% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ 3ാമതായി ഇയർ ഓൺ ഇയറിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി JLR ആണ്. ഇനി അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിങ്ങൾ അധികം നമ്മുടെ മറ്റേ ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റിൽ കേൾക്കാത്ത സെയിലായിരിക്കും. അതാണ് ഫോഴ്സ് മോട്ടോഴ്സ്. ഇവർക്ക് കഴിഞ്ഞ മാസം 853 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. മാർച്ച് 2024 903 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. അതായത് 50 വണ്ടികളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. 5.54% ഡീഗ്രോത്ത് റേറ്റ് ആണുള്ളത്. ഇവർക്കിപ്പം സത്യം പറഞ്ഞാൽ മെയിൻ സ്ട്രീം വാഹനമായിട്ട് ഗുർഖ മാത്രമേ ഉള്ളൂ. പിന്നെ ട്രാക്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെ പക്ഷേ കമേഴ്ഷ്യൽ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലീറ്റ് യൂസിനൊക്കെ ആയിട്ട് പോകും. പിന്നെ നമ്മൾ ഇവരുടെ ട്രാവലർ പോലത്തെ വാഹനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതൊക്കെ കമേഴ്ഷ്യൽ പർപ്പസിൽ വേറെ പോകും. ഇനി അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി BMW ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1263 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 2024 മാർച്ചിൽ 1138 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 125 വാഹനങ്ങളുടെ വ്യത്യാസം 10.98% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ് ഒരു 19 to 10 വരെയുള്ള പൊസിഷൻ്റെ മിക്ക കമ്പനികൾക്കും ഡീഗ്രോത്ത് ആണുള്ളത്. ആകപ്പാട് 3 കമ്പനികൾക്ക് ഗ്രോത്ത് ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് 1 to 9 നോക്കുകയാണെങ്കിൽ കുറേ കമ്പനികൾക്കൊക്കെ നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റും. എന്തായാലും BMWൻ്റെ കേസ് ഇതാണ്. അത്യാവശ്യം നല്ല സെയിൽ തന്നെയാണ്. ഇനി അടുത്ത നമ്മുടെ 12th പൊസിഷനിൽ നിൽക്കുന്ന മെർസിഡീസ് ബെൻസ് ആണ്. മെർസിഡീസ് ബെൻസും BMWയും എപ്പോഴും നല്ല കോമ്പറ്റീഷനാണ് സെയിൽസിൻ്റെ കാര്യത്തിൽ പണ്ട് മുതലേ കാഴ്ച വയ്ക്കാറുള്ളത്. കഴിഞ്ഞ മാസം മെർസിഡീസിന് 1541 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 മാർച്ചിൽ 1616 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 75 വാഹനങ്ങളുടെ വ്യത്യാസം 4.64% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വലിയ ഡീഗ്രോത്ത് ഒന്നുമില്ല. പറഞ്ഞു വരുമ്പം ഈ ലിസ്റ്റിൽ 2ാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് നമ്മുടെ മെർസിഡീസ് ബെൻസ്. ഇനിയിപ്പം നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിസാൻ ആണ്. ഇനിയിപ്പോൾ കുറേയൊക്കെ നമ്മുടെ മെയിൻ സ്ട്രീം മാനുഫാക്ചറേഴ്സിലോട്ട് കയറി. നിസാന് കഴിഞ്ഞ മാസം 1756 വാഹനങ്ങളുടെ സെയിലാണ് റീറ്റെയിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ മറ്റേത് നോക്കി കാണുമായിരിക്കും. അതും അതുപോലെ റീറ്റെയിൽ സെയിൽസും നോക്കുമ്പം ചെറിയ വ്യത്യാസമുണ്ട്. കാരണം മറ്റേത് ഒരു ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത വണ്ടികളുടെ സെയിലും ഇത് എത്രത്തോളം കമ്പനികൾ അവരുടെ കസ്റ്റമേഴ്സിലേക്ക് വിറ്റു എന്നുള്ളതിൻ്റെ സെയിലുമാണല്ലോ. എന്തായാലും 2024 മാർച്ചിൽ 2130 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 374 വാഹനങ്ങളുടെ വ്യത്യാസം 17.56% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്.
ഇനി 10th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി റെനോ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 2633 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. പക്ഷേ 2024 മാർച്ചിൽ 3717 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 1084 വാഹനങ്ങളുടെ വ്യത്യാസവും 29.16% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം ഡീഗ്രോത്ത് റേറ്റ് അത്യാവശ്യം കൂടുതലാണ്. ഇവർക്ക് ഇപ്പം വണ്ടികളുടെ എണ്ണമൊന്നും കൂടിയിട്ടില്ല എങ്കിലും സെയിൽ പതുക്കെ കുറഞ്ഞു വരുന്നൊരു ട്രെൻഡ് നമുക്ക് കാണാം. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇവരുടെ പുതിയ ടെസ്റ്ററിൻ്റെ ജനറേഷൻ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോഴായിരിക്കും വീണ്ടും സെയിൽ കൂടുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത കമ്പനി ഹോണ്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 4928 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാർച്ച് 2024 6486 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 1558 വാഹനങ്ങളുടെ വ്യത്യാസവും 24.02% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് അത്യാവശ്യം ഡീഗ്രോത്ത് ഉണ്ട്. പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം വണ്ടികളുണ്ട്. എലിവേറ്റ് ഉണ്ട്, സിറ്റി ഉണ്ട്, പുതിയ ജനറേഷൻ അമേസ് ഉണ്ട്. പക്ഷേ എന്നിട്ടും സെയിൽ അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് കയറുന്നില്ല. വേണമെങ്കിൽ ഒരു 8000 10,000 റേഞ്ചിലൊക്കെ ഇവർക്ക് കിട്ടുമായിരുന്നു സെയിൽസ്. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി എം ജി ആണ്. എം ജിയുടെ സെയിൽസിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. കാരണം മാർച്ച് 2025 ഇവർക്ക് 5167 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. മാർച്ച് 2024 3793 വാഹനങ്ങളുടെ സെയിലുമാണ് കിട്ടിയിരുന്നത്. അതായത് 1374 വാഹനങ്ങളുടെ വ്യത്യാസം 36.22% ഗ്രോത്ത് റേറ്റും ഉണ്ട്. അതിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം വിൻസർ EV തന്നെയാണ്. ബാക്കി വാഹനങ്ങളൊക്കെ അത്ര ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് 85% അടുത്തും സെയിൽസ് വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നാണ്. ZS EV ഉണ്ട്, കൊമറ്റ് EV ഉണ്ട്, അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സ്കോഡയും ഫോക്സ്വാഗനും കമ്പൈൻഡ് ആണ്. കാരണം SAVWIP എന്ന് പറഞ്ഞ ഒരു സിംഗിൾ കമ്പനിയാണ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഫാക്ടറി ഡിസ്പാച്ച് 2 എണ്ണമായിട്ട് കിട്ടും, ഇത് പക്ഷേ ഒരെണ്ണമായിട്ട് കിട്ടുള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കഴിഞ്ഞ മാസം 9064 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. മാർച്ച് 2024 ജസ്റ്റ് 5872 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 3192 വാഹനങ്ങളുടെ വ്യത്യാസം 54.36% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ YOYയിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി ഇവരാണ്. അതിലേറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കെയ്ലാക്കിനാണ് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഫോക്സ്വാഗൻ്റെ സപ്പോമേറ്റർ SUV കൂടെ വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ കൂടും. ഇനി 6th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി കിയ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 21997 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. മാർച്ചിൽ 20093 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. അതായത് 1904 വാഹനങ്ങളുടെ വ്യത്യാസവും 9.48% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത സെയിലാണ്. അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അങ്ങനെ പറയാനില്ല, കൺസിസ്റ്റൻ്റ് ആണെന്ന് തന്നെ പറയാം. ഇനി 5th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി ടൊയോട്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 23328 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 19732 വാഹനങ്ങളുടെ വ്യത്യാസവും 3596 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. 18.22% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം ഗ്രോത്ത് വന്നിട്ടുണ്ട്. സെയിലും ചെറിയ രീതിയിൽ വ്യത്യാസമാണെന്ന് പറയാം. പക്ഷേ മിക്കവാറും ടൊയോട്ടയ്ക്ക് ഒരു 20,000 അടുത്തൊക്കെ ആയിട്ട് സെയിൽ കിട്ടാറുണ്ട്. ചില മാസങ്ങളിൽ 25,000 വരെ പോകാറുണ്ട് എന്ന് മാത്രം. നമ്മളിപ്പം റീറ്റെയിൽ അല്ലാതെ ഫാക്ടറി ഡിസ്പാച്ച് നോക്കാനാണെങ്കിൽ അത് കഴിഞ്ഞ മാസം 25,000 അടുത്ത് ഉണ്ടായിരുന്നു. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. നിങ്ങൾ കഴിഞ്ഞ ലിസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഹ്യുണ്ടായി 2nd പൊസിഷനിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം റീറ്റെയിൽ നോക്കുമ്പോൾ 4th വന്നിട്ടുണ്ട്. കാരണം 42,511 വാഹനങ്ങളുടെ സെയിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. മാർച്ച് 2024 44,537 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2026 വാഹനങ്ങളുടെ വ്യത്യാസവും 4.55% ഡീഗ്രോത്തുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി ഇവരാണ്. പക്ഷെ എന്നാലും പൊസിഷൻ 4th ആയിപ്പോയി. 3rd പൊസിഷനിൽ ടാറ്റയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല, അത് മഹീന്ദ്രയാണ്. 46,297 വാഹനങ്ങളുടെ സെയിലാണ് മഹീന്ദ്രയ്ക്ക് കിട്ടിയത്. മാർച്ച് 2024 39,691 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അതായത് 6,606 വാഹനങ്ങളുടെ വ്യത്യാസം 16.64% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. എഗെയിൻ മഹീന്ദ്ര നമുക്കറിയാം വളരെ നന്നായിട്ടാണ് ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സെയിലിൻ്റെ മാത്രമല്ല, അവരുടെ വണ്ടികൾ അത്രയും നല്ലതായതുകൊണ്ടും കൂടിയാണ്. ഇഷ്ടംപോലെ വാഹനങ്ങൾ അവർ നന്നായിട്ട് ഇറക്കുന്നുണ്ട്. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 48,462 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 2024 മാർച്ചിൽ 46,509 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 1953 വാഹനങ്ങളുടെ വ്യത്യാസവും 4.2% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നല്ല സെയിൽ തന്നെയാണ്, കുറ്റമൊന്നും പറയാനില്ല. നമ്പർ 1 പൊസിഷനിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ മാരുതി സുസുക്കി തന്നെയാണ്. 1,32,423 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. 2024 മാർച്ചിൽ 1,28,465 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. അതായത് 3,958 വാഹനങ്ങളുടെ വ്യത്യാസം 3.08% ഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. സോ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ 19 കമ്പനികളുടെ റീറ്റെയിൽ സെയിൽസ്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മുടെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.